സബ്റിന്റെയും തവക്കുലിന്റെയും കഥ. ഒരു ചെറിയ ഗ്രാമത്തിൽ അബ്ദുള്ള എന്നൊരു ദരിദ്രനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. അവന് വലിയ സമ്പത്തോ സ്ഥാനമോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ അവന്റെ ഹൃദയം ഈമാനാൽ നിറഞ്ഞതായിരുന്നു. ദിവസവും ഫജ്ർ നമസ്കാരത്തിന് ശേഷം അവൻ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: യാ അല്ലാഹ്, നീ എനിക്ക് തരുന്നതെല്ലാം എനിക്ക് മതിയാകട്ടെ. എന്റെ ഹൃദയം സബ്ർ കൊണ്ട് നിറയ്ക്കണമേ. അബ്ദുള്ള ദിവസവേതനത്തിന് ജോലി ചെയ്താണ് കുടുംബം പോറ്റിയത്. ചില ദിവസങ്ങളിൽ ജോലി കിട്ടും, ചില ദിവസങ്ങളിലില്ല. ജോലി കിട്ടാത്ത ദിവസങ്ങളിൽ പോലും അവൻ ഒരിക്കലും പരാതിപ്പെടാറില്ല. അവൻ പറയും, ഇന്ന് അല്ലാഹു എനിക്ക് വിശ്രമം തന്ന ദിവസമാണ്. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ ക്ഷാമം വന്നു. ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ട്. അബ്ദുള്ളയുടെ വീട്ടിൽ ഒരു പിടി അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യ കണ്ണീരോടെ പറഞ്ഞു, ഇതുകൊണ്ട് നാളെ എങ്ങനെ കഴിക്കും? അബ്ദുള്ള ശാന്തമായി പറഞ്ഞു, ഇന്ന് ഉള്ളത് ഇന്ന് കഴിക്കാം. നാളെയുടെ റിസ്ക് അള്ളാഹുവിൻ്റെതാണ്. അവൻ ആ അരി പാകം ചെയ്തു. കഴിക്കാനിരുന്നപ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം: അസ്സലാമു അലൈക്കും, ഭക്ഷണമുണ്ടോ? വാതിൽ തുറന്നപ്പോൾ വിശന്ന മുഖത്തോടെ ഒരു യാത്രക്കാരൻ. ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് തന്നെ മതിയാകില്ല, അവൾ പതുക്കെ പറഞ്ഞു. അബ്ദുള്ള ചിരിച്ചു പറഞ്ഞു, നമുക്കുള്ളത് പകുതിയാക്കിയാൽ അള്ളാഹു ബാക്കി പൂരിപ്പിക്കും. അവർ ഭക്ഷണം പങ്കിട്ടു. ആ രാത്രി അവർ അല്പം വിശപ്പോടെയാണ് ഉറങ്ങിയത്. എന്നാൽ അബ്ദുള്ളയുടെ ഹൃദയം സമാധാനത്താൽ നിറഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ഒരാൾ വന്നു പറഞ്ഞു, അബ്ദുള്ള, നഗരത്തിൽ നിന്നൊരാൾ നിന്നെ അന്വേഷിക്കുന്നു. അബ്ദുള്ള ചെന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നലെ രാത്രി നീ എനിക്ക് ഭക്ഷണം തന്നില്ലേ? ഞാനൊരു വ്യാപാരിയാണ്. നിന്റെ ഈമാനും ദയയും എന്നെ സ്പർശിച്ചു. ഇതാ, ഈ പണം സ്വീകരിക്കൂ. അബ്ദുള്ള കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ അല്ലാഹ്, നീ എത്ര കരുണയുള്ളവനാണ്. അന്ന് അബ്ദുള്ള മനസ്സിലാക്കി, സദഖ ഒരിക്കലും കുറയ്ക്കുന്നില്ല, വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. സബ്രിന് ശേഷം അള്ളാഹുവിന്റെ സഹായം ഉറപ്പാണ്.